ജില്ലാ മൃഗസംരക്ഷണ കേന്ദ്രം നവീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മൃഗസംരക്ഷണ വകുപ്പ് രാജ്യത്തിന് മാതൃകയാകും വിധം പരിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിന്റെ നവീകരണം സാധ്യമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ മൃഗാശുപത്രിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മൃഗസംരക്ഷണ വകുപ്പ് രാജ്യത്തിന് മാതൃകയാകും വിധം പരിഷ്കരിക്കും. 258.8 കോടി രൂപയാണ് ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളത്. നിലവിലുള്ള പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. നമുക്കറിയാം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം മൃഗങ്ങളോടുള്ള സ്നേഹവും കരുതലും സഹാനുഭൂതിയും നമ്മൾ മനുഷ്യരോടുള്ളതുപോലെ തന്നെ നമുക്ക് ജന്മന ഉള്ളതാണ്. അത്രമേൽ കാർഷിക വൃത്തിയുടെ ഭാഗമായിട്ടാണ് എങ്കിലും പെറ്റ് എന്ന ആ ഒരു വൈകാരികമായ അടുപ്പത്തിലായാലും നമുക്ക് മൃഗങ്ങളുമായി വലിയ ബന്ധം, പക്ഷികളുമായും എല്ലാം വലിയ ബന്ധമാണ്. തൊഴിൽ വകുപ്പും വനിതാ ശിശുക്ഷേമ വകുപ്പൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാ. മൃഗസംരക്ഷണ വകുപ്പൊക്കെ കുറച്ച് ചെയ്യാനുള്ളതാ. പക്ഷെ സംഗതി അങ്ങനെയല്ല കേട്ടോ. എത്രത്തോളം സ്ഥാപനങ്ങളും എത്രത്തോളം ആവശ്യങ്ങളും എത്രത്തോളം പ്രയോജനപ്രദവും ആയ സാമൂഹികമായി നമുക്ക് ഒരുപാട് ഗുണപ്രദവുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയാവുന്ന, ക്രിയേറ്റീവായി ചെയ്യാൻ കഴിയുന്ന ഒരു വകുപ്പാണ് മൃഗസംരക്ഷണ വകുപ്പ്. പരിമിതികളെ അവസരങ്ങളായി കണ്ടുകൊണ്ട് അതൊരു സ്നേഹപൂർവമായ വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് ലക്ഷ്യമിടുക, ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ കഠിനമായി പ്രയത്നിക്കുക. ഏറ്റവും മികച്ച മൃഗസംരക്ഷണ വകുപ്പാക്കി മാറ്റുക എന്നുള്ളതാണ് 5 വർഷക്കാലത്തെ പ്രവർത്തനത്തില് മുഖ്യമായ ഇനമായി കാണുവാൻ ആഗ്രഹിക്കുന്നത്. വാക്സിനേഷൻ കിറ്റ് മന്ത്രി കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ രമാജി ഉണ്ണിത്താൻ, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ എസ് ഷീജ, കൊട്ടാരക്കര പ്രോജക്ട് ഓഫീസർ എസ് ദീപ്തി, ജില്ലാ എപ്പിഡമിയോളജിസ്റ്റ് ഡോക്ടർ ഹരീഷ്മ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.